ഉപാസന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എന്തിനു വേണ്ടിയാണ് പരമപ്രധാനമായി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്? സാധാരണയായി നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അവരുടെ ഒരു നല്ലൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, നല്ല വിധത്തിൽ പ്രൊഫഷണലായി സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, നല്ലൊരു വീടിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. സത്യത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനേ യേശു ശിഷ്യഗണത്തോട് പറഞ്ഞുള്ളൂ. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുവിനെന്ന്. നിങ്ങൾ അത്യുന്നതൻ്റെ ശക്തി നിങ്ങളിൽ ആവസിക്കുന്നതിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുവിൻ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും, ഞാൻ കടന്നു പോകുന്നു, ഞാൻ കടന്നു പോയി കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എൻ്റെ സഹായകനെ ഞാൻ അയക്കും. അവൻ ഞാൻ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരും. മാത്രമല്ല, ഉന്നതമായ ചില കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും. അവൻ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അസ്വസ്ഥമാകേണ്ടതില്ല. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, അസ്വസ്ഥമായൊരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ, അസ്വസ്ഥമായൊരു സമൂഹം രൂപപ്പെടുമ്പോൾ ഏറ്റവും അധികമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടാണ്. പരിശുദ്ധാത്മാവെ, എന്നിൽ വന്ന് നിറയണമേ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കരുത്തും ബലവും നമ്മൾ സ്വീകരിക്കേണ്ടത്. സഹോദരങ്ങളെ, സഭാ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒരുപോലെ ഇന്ന് പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതം മുരടിച്ചു പോയത് നമുക്ക് കാണാൻ പറ്റും. എവിടെയും എല്ലാവരും പറയുന്നതാണ്, ഒരു സുഖവുമില്ല എന്ന്, ഒരു രസമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇടവകയിലാണെങ്കിലും പ്രശ്നം, സഭയിലാണെങ്കിലും പ്രശ്നം, സമൂഹങ്ങളിലാണെങ്കിലും പ്രശ്നം. സത്യത്തിൽ എന്താണ് ഏറ്റവും വലിയ പ്രശ്നം? ഒന്ന് നോക്കുക. ഇന്ന് അനുഭവിക്കുന്ന മത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ബില്ലാണോ ഭാരതത്തിൽ താമസിക്കുന്ന വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രശ്നം? ആഗോള തലത്തിൽ നടക്കപ്പെടുന്ന മത തീവ്രവാദമാണോ ക്രൈസ്തവ സഭ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? സെക്കുലർ വാല്യൂസ് അധികമായി ലോകത്തിൽ വളരുന്നു എന്നുള്ളതാണോ ഇന്ന് വിശ്വാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? സഹോദരങ്ങളെ, ഈ പ്രശ്നങ്ങളെല്ലാം ഇതേ തോതിലോ ഇതിനേക്കാൾ ഉയർന്ന തോതിലോ പൗലോസിൻ്റെയും പത്രോസിൻ്റെയും കാലത്ത് ഉണ്ടായിരുന്നു. ആദിമ സഭയിലുടനീളം ഉണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി, അവർക്ക് മുന്നേറാൻ പറ്റി, അവർ ശക്തിയോടെ മുന്നേറി. എന്തുകൊണ്ട് അവർക്കതിന് പറ്റി? നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? അന്ന് അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നു. രണ്ടാം വത്തിക്കാൻ സൂനകദോസ് കത്തോലിക്ക സഭയിൽ ഒരുമിച്ച് ചേർക്കപ്പെടുന്നത് 1962 മുതൽ 65 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. ഈ കൗൺസിൽ ഒരുമിച്ച് ചേർക്കുന്നത് ജോൺ 23-ാമൻ മാർപ്പാപ്പയാണ്. സഭ ആധുനിക ലോകത്തോട് എങ്ങനെ സംവദിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും പല ദിക്കിൽ നിന്നും ഉയർന്നതിൻ്റെ ഫലമായിട്ടാണ് സെക്കൻഡ് വാറ്റിക്കാൻ കൗൺസിൽ ഒരുമിച്ച് ചേർക്കപ്പെടുന്നത്. ഒന്നാം വത്തിക്കാൻ സൂനകദോസിൽ 1000-ൽ താഴെ പേരാണ് പങ്കുപറ്റിയതെങ്കിൽ സെക്കൻഡ് വാറ്റിക്കാൻ കൗൺസിൽ വറ്റിക്കാനിൽ ഒരുമിച്ച് ചേർന്നത് 4000 പേരാണ്. ഏതാണ്ട് 2300-ലധികം ബിഷപ്പുമാർ മാത്രം തന്നെ. പിന്നെ അൽമായ പ്രതിനിധികൾ, വാർത്താ ഏജൻസികളുടെ വ്യക്തികൾ, മാധ്യമ പ്രവർത്തകർ, അൽമായറിലെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എല്ലാവരും ഒന്നു ചേർന്നിരിക്കുന്ന നേരത്ത് പരിശുദ്ധ പിതാവിന് സഭയോട് മുഴുവൻ ഉദ്ബോധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. തേർഡ് പേഴ്സൺ ഓഫ് ദ ട്രിനിറ്റി ഈസ് ഓൾമോസ്റ്റ് നെഗ്ലക്റ്റഡ് ഇൻ ദ കാത്തലിക് ചർച്ച്. മൂന്നാമത്തെ വ്യക്തിയെ, പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയെ എന്തെന്നില്ലാത്ത വിധത്തിൽ സഭാ ജീവിതത്തിൽ, വിശ്വാസികളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഇടവക ജീവിതത്തിൽ ഓൾമോസ്റ്റ് നെഗ്ലക്റ്റ് ചെയ്തിരിക്കുന്നു, ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ടാണ് പരിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വിളിച്ചു പറഞ്ഞത്,
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്തെന്ന് സഭ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ബലം എന്തെന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം ഉപമിക്കുന്നത് ഇങ്ങനെയാണ്: ഉറങ്ങിക്കിടക്കുന്ന ഒരു കാട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹം പോലെയാണ് പരിശുദ്ധാത്മാവെന്ന്. എന്താണ് സിംഹം ഉറങ്ങിക്കിടന്നാലുള്ള ദോഷം? ഒരു കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് സിംഹമാണ്. സിംഹം അലറിക്കഴിഞ്ഞാൽ ബാക്കി ചെറിയ ജന്തുക്കളൊക്കെ നിശ്ചലമാകും, എല്ലാം ശാന്തമാകും. രണ്ട് കുരങ്ങന്മാർ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ രണ്ട് പുലികൾ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണെന്ന് കരുതുക. സിംഹം എന്ന് പറയുന്ന രാജാവ് ഒന്ന് വാ പൊളിച്ച് അലറിക്കഴിഞ്ഞാൽ അവരൊക്കെ ശാന്തമാകും, എല്ലാ പത്തിയും മടക്കി ശാന്തമാകും. എന്നാൽ സിംഹം ഒരു വലിയ ഉറക്കത്തിലേക്ക് പോയാലോ, ദിവസങ്ങളോളം ഒരു സിംഹം ഉറങ്ങിക്കിടക്കുകയാണെന്ന് കരുതുക, പുലികൾ ഉയരാൻ തുടങ്ങും. എന്തിന്, കൊച്ചു എലികൾ പോലും ബഹളം ഉണ്ടാക്കി തുടങ്ങും. കാരണം അവർക്കൊക്കെ തോന്നും ഞങ്ങളാണ് രാജാവെന്ന്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: കത്തോലിക്ക സഭയിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് സഭാവിശ്വാസികൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന്. അത് ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ സിംഹത്തെ നമ്മൾ ഉയർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നവീകരണ മുന്നേറ്റത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെ അദ്ദേഹം ഉത്തേജിപ്പിച്ചത്. വളരെ പ്രത്യേകമായി വേൾഡ് യൂത്ത് ഡേ ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ വിളിച്ച് യുവതി യുവാക്കൾ ധാരാളമായി പ്രാർത്ഥിക്കണമെന്നാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാലത്ത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ആദിമ പന്തക്കുസ്തയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ആദിമ പന്തക്കുസ്ത അന്ന് സെഹിയോൻ മാളികയിൽ ഒരുമിച്ച് ചേർന്ന നേരത്ത് അവരുടെ നേരെ അവരുടെ ശിരസിന് മുകളിൽ അഗ്നിനാവുകൾ ഉയർന്നിരുന്നു. എന്നാൽ ഇന്ന് സഭാ കോൺഫറൻസുകളിൽ, സഭകളുടെ മീറ്റിങ്ങുകളിൽ, ഇടവക മീറ്റിങ്ങുകളിൽ, ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടോ അപ്രത്യക്ഷമായി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിലപിക്കാൻ തുടങ്ങി: വേർ ഇസ് ദ ടങ് ഓഫ് ഫയർ, വേർ ഇസ് ദ ടങ് ഓഫ് ഫയർ. അഗ്നിനാവുകൾ ഇന്ന് കാണാനില്ല, അഗ്നിനാവുകൾ ഇന്ന് കാണാനില്ല എന്ന്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിശ്വാസ ജീവിതത്തിലെ വ്യത്യസ്തമായ തലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത്. ഒരുപക്ഷെ പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കുന്ന ആളായിരിക്കാം, ഭവനത്തിൽ ഇങ്ങനെ ഇരുന്ന് ടെലിവിഷൻ ചാനലിലൂടെ ശുശ്രൂഷകൾ ആസ്വദിക്കുകയും കർത്താവിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് വിളംബരം ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം, ഒരു വീട്ടമ്മയായിരിക്കാം, ഒരു കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന, കുഞ്ഞിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. അത് സഭയെ ആയിരുന്നാലും, ഇടവകയെ ആയിരുന്നാലും, കുടുംബങ്ങളെ ആയിരുന്നാലും, കുഞ്ഞുങ്ങളെ ആയിരുന്നാലും, നമ്മളുടെ ഏറ്റവും സ്വകാര്യമായ ജീവിതത്തെ ആയിരുന്നാലും മടുപ്പിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും പ്രലോഭനങ്ങളെ മറികടന്ന് ജീവിക്കാനുമുള്ള കരുത്തും നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് തേർഡ് പേഴ്സൺ ഓഫ് ദ ട്രിനിറ്റിയെ കൂടുതൽ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കണം. ഓ പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളിൽ വന്ന് വാസമുറപ്പിക്കണമെന്നും ഞങ്ങളെ ഉത്തേജിപ്പിക്കണമെന്നും ഞങ്ങളെ കൂടുതൽ പ്രാർത്ഥിക്കാൻ അനുവദിക്കണമേ എന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, യേശു നമ്മെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രേരിപ്പിച്ചുള്ളൂ. അത് നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നീ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യുവതി യുവാക്കൾക്ക് വേണ്ടി നടക്കപ്പെടുന്ന ഒരു കോൺഫറൻസ്. ഈ കോൺഫറൻസിൽ ഒരുപാട് നല്ല വിഷയങ്ങൾ വിവിധ പ്രഭാഷകർ വന്ന് സംസാരിച്ചു. ഒരു ദിവസം വൈകുന്നേരം അവർക്ക് തുറന്നുള്ള ചർച്ചയ്ക്കുള്ള അവസരം കൊടുത്തു. ഏതാനും യുവതി യുവാക്കൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അത് വളരെ പ്രത്യേകമായി ഉയർന്നു വന്ന ഒരു ചോദ്യമായിരുന്നു: ദൈവത്തിനാണോ കൂടുതൽ ശക്തി, പിശാചിനാണോ കൂടുതൽ ശക്തി? സ്വാഭാവികമായി നമ്മൾ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിനാണ് കൂടുതൽ ശക്തി. ആ കുട്ടികൾ വീണ്ടും ചോദിച്ച്, ദൈവത്തിനാണ് കൂടുതൽ ശക്തിയെന്ന് ആവർത്തിച്ച് വചനവേദികളിലും പ്രധാനപ്പെട്ട പീഠങ്ങളിലും വെച്ച് സകലരും പങ്കുവെക്കുന്നുണ്ടെങ്കിലും ആദിമകാലങ്ങളിൽ എന്നതുപോലുള്ള ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത് ഇന്ന് ഞങ്ങൾ കാണുന്നില്ല.
ഞങ്ങൾ വായിക്കാറുണ്ട് ആദിമ നൂറ്റാണ്ടുകളിൽ അപ്പസ്തോലന്മാരിലൂടെ വലിയ കാര്യങ്ങൾ നടന്നുവെന്ന്. ഞങ്ങൾ പഠിക്കാറുണ്ട് വിശുദ്ധാത്മാക്കളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നടന്നുവെന്ന്. എന്നാൽ ഇത്തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ഒന്നും തന്നെ അത്ര കണ്ട് പ്രബലമായി ഞങ്ങളിന്ന് കാണുന്നില്ല. എന്നാൽ പിശാചിൻ്റെ ചെയ്തികളോ വളരെയധികം പ്രബലമായി കാണുന്നു. ബ്ലാക്ക് മാസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, സേറ്റാനിക് വോർഷിപ്പുകൾ വർദ്ധിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ചെയ്തികളുടെ പ്രകടമായ പ്രഘോഷണങ്ങൾ കാണുന്നില്ല എന്ന്. സഹോദരങ്ങളെ, ഇതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. എന്തുകൊണ്ടായിരിക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ആദിമകാലങ്ങളിൽ എന്നതുപോലെ അത്ര കണ്ട് പ്രകടമാകാത്തത്? ഒരു പക്ഷേ പഠിക്കുന്ന ആളുകൾക്കറിയാം, ലോകത്തിൻ്റെ ചരിത്രത്തിൽ 18ാമത്തെ നൂറ്റാണ്ടിലാണ് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് യൂറോപ്പിൽ വളരെ പ്രബലമാകുന്നത്. ബുദ്ധിരാക്ഷസന്മാർ ആ നൂറ്റാണ്ടിൻ്റെ ആദിമ കാലഘട്ടത്തിൽ സഭയെയും സഭയുടെ പഠനങ്ങളെയും വളരെയധികം നിശിതമായി വിമർശിക്കുകയും യുക്തിയുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി. യുക്തി ചിന്തയിൽ അധിഷ്ഠിതമാകുന്ന കാര്യങ്ങൾക്ക് മാത്രമേ മനുഷ്യന് ചേർത്ത് പിടിക്കാൻ കഴിയൂ എന്നുള്ളൊരു ചിന്തയുമായിട്ടാണ് ആ ചിന്തകന്മാർ യൂറോപ്യൻ രാജ്യങ്ങളിലെ ആശയ ലോകത്ത് പ്രബലമായത്. ക്രൈസ്തവ ചിന്തകന്മാർ, വിശ്വാസ ജീവിതം നയിക്കുന്ന ചിന്തകന്മാർ ഇതോട് പ്രതികരിക്കാനും തുടങ്ങി. പ്രതികരണവും വാഗ്വാദങ്ങളുമെല്ലാം മുന്നേറിക്കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ പറ്റിയ അബദ്ധം ഇതായിരുന്നു: സഭയിൽ പോലും, സഭയുടെ പ്രധാനപ്പെട്ട സിരകളിൽ പോലും വിശ്വാസത്തിൻ്റെ ചെയ്തികളെ യുക്തി വന്ന് കീഴടക്കി. യുക്തിയുടെ വലിയ ഒരു പ്രകടനം, യുക്തിയുക്തമായി സംസാരിക്കുന്നത് മാത്രമേ സ്വീകാര്യമാവുകയുള്ളൂ എന്നും വിശ്വാസത്തിൻ്റെ ചെയ്തികളെ പതുക്കെ മാറ്റിവെക്കാനും തുടങ്ങി. സഹോദരങ്ങളെ, ആദിമസഭയിൽ എന്നതുപോലെ ഇന്നും എല്ലാ കാലത്തും സഭയിലുള്ള ഒരു ടെംപ്റ്റേഷനാണ് ഇത്. യുക്തിയെയോ വിശ്വാസത്തെയോ രണ്ടും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന് പകരം ഒന്നിനെ കൂടുതൽ ഉയർത്തിക്കാണിച്ച് അതാണ് ഏറ്റവും സ്വീകാര്യമെന്നും അങ്ങനെ പറയുന്നവരും അങ്ങനെ ചെയ്യുന്നവരുമാണ് ബുദ്ധിരാക്ഷസന്മാരെന്നും സ്വീകരിക്കപ്പെടുന്ന വ്യക്തികൾ എന്നുമുള്ള ഒരു ചെയ്തി, ഒരു അംഗീകാര പത്രം കൊടുക്കൽ എല്ലായ്പ്പോഴും സഭയുടെ ചരിത്രത്തിലുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ഏറ്റവും അധികമായിട്ട് ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും പരിശുദ്ധാത്മാവിൻ്റെ ചെയ്തികളെ അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. പരിശുദ്ധാത്മാവിൻ്റെ ചെയ്തികളെ അംഗീകരിക്കാൻ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? സെക്കൻഡ് വാറ്റിക്കാൻ കൗൺസിൽ പറയുന്നുണ്ട്, സഭയെ പണിതുയർത്തുന്നതും സഭയെ നവീകരിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയായിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി കൂടിയായിട്ടാണ് കടന്നു വരുന്നത്. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ എങ്ങനെയാണ്? ഇതാ, നിശ്ചലമായിരുന്ന ഭൂതലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങി. ദാവീദിൽ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങി. സാമുവേലിലും സാവൂളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവസിച്ചു. സാംസണിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവസിച്ചു. പ്രവാചകന്മാരിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവസിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മൂന്നാമത്തെ വ്യക്തിയായി, ദൈവത്തിൽ മൂന്നാമത്തെ വ്യക്തിയായി കൂടിയാണ് നമ്മൾ വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സഹായകൻ വന്നു കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പഠിപ്പിച്ചവ എല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഈശോ കടന്നുപോയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ചെയ്തിയെ അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. സ്വീകരിക്കാനുള്ള മനസ്സ് സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. നിങ്ങളിൽ ഒരുപക്ഷെ ധാരാളം പഠിക്കുന്നവരുണ്ടായിരിക്കാം, ഒരുപക്ഷെ സെമിനാരി ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നവർ നിങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ സഹോദരങ്ങളെ, ഏതൊരു സാഹിത്യ ഗ്രന്ഥത്തെക്കാളും, ഞാൻ പഠിക്കുന്ന ബൗദ്ധികമായ ഏതൊരു ശാസ്ത്രത്തെക്കാളും പരിശുദ്ധാത്മാവിൻ്റെ ചെയ്തികൾ എന്ന് പറയുന്നത് ഏറെ വിപുലമാണ്, ഏറെ വലുതാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതുകൊണ്ടാണ് വായിക്കുന്നത്, ശിഷ്യന്മാരുടെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ വിജാതീയ സമൂഹങ്ങളിൽ വലിയ ഭയമുളവാവുകയും
അവർ വന്നു ചോദിച്ചു, ഞങ്ങളും രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന്, ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന്. അനുദിനം സഭയിൽ അംഗങ്ങൾ കൂടാൻ തുടങ്ങി. വിശ്വാസത്തിൽ വലിയൊരു വർധനവുണ്ടായി. എന്തെന്നില്ലാത്ത സമാധാനം കൊണ്ടും ശാന്തി കൊണ്ടും കുടുംബങ്ങളും വ്യക്തി ജീവിതങ്ങളും നിറയാനും തുടങ്ങി. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ്, അംഗീകരിക്കാനുള്ളൊരു തീരുമാനം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടാകണം. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് പൂനെയിൽ വെച്ച് വലിയൊരു ദൈവശാസ്ത്രജ്ഞന്മാരുടെ സമ്മേളനം നടക്കുന്നു. സമ്മേളനത്തിനിടയിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു ദൈവശാസ്ത്രജ്ഞൻ വളരെ പണ്ഡിതോചിതമായ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്തു. അദ്ദേഹം പേപ്പർ പ്രസൻറ്റ് ചെയ്ത് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം പ്രസൻറ്റ് ചെയ്ത പേപ്പറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. അതിനുശേഷം ഒരു സ്വകാര്യം എന്നോണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു എന്ന് തോന്നുന്ന ഏതെങ്കിലും വളരെ സിമ്പിളായ ഒരു കാര്യം പങ്കുവെക്കാനുണ്ടോ എന്ന് ചോദിച്ചു. സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരിക്കൽ ബാംഗ്ലൂരുള്ള ഒരു വിദ്യാക്ഷേത്രത്തിൽ പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിക്കൽ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വയറുവേദനയുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അച്ഛാ, കുഞ്ഞിന് വയറുവേദനയാണെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, വയറുവേദനയ്ക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലാണ്, അവിടേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ, സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യം എനിക്കില്ല, കാരണം ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫ് നേഴ്സാണ്, അതുകൊണ്ട് എനിക്ക് അവരെ പരിചയമുണ്ട്. അച്ഛൻ പറഞ്ഞു, ഇതാ ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, റെക്കമെൻഡേഷൻ ഒന്നും ആവശ്യമില്ല, ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നത് അച്ഛനൊന്ന് കുഞ്ഞിൻ്റെ ഈ ഉദരത്തിലൊന്ന് സ്പർശിച്ച് പ്രാർത്ഥിക്കണം, കാരണം നിങ്ങളിലൂടെയല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധികമായും വ്യക്തികളിലും സമൂഹങ്ങളിലും പ്രകടമാകുന്നത്. അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. വന്നു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും അച്ഛനെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയപ്പോൾ അച്ഛനെ ആണ് മുമ്പിൽ വന്ന് പെട്ടത്, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ഞാൻ റിക്വസ്റ്റുമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, കത്തോലിക്ക പുരോഹിതരുടെ ഇടയിലും വിശ്വാസികളുടെ ഇടയിലുമുള്ളൊരു ചെയ്തിയുണ്ട്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർ പ്രാർത്ഥിച്ചേക്കാം എന്നേ പറയൂ, ആ നേരത്ത് പ്രാർത്ഥിക്കില്ല. ആ നേരത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ വല്ല പ്രൊട്ടസ്റ്റൻറ്റുകാരനോ പെന്തക്കോസ്റ്റുകാരനോ മാർത്തോമ്മക്കാരനോ യാക്കോബായ സമൂഹത്തിൽപ്പെട്ടവരോ ഇവരൊക്കെയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയും, പിന്നെ അത് മറന്നും പോകും. എന്തുമാകട്ടെ സഹോദരങ്ങളെ, ഈ സ്ത്രീയുടെ നിർബന്ധപ്രകാരം ഇതാ ഈ വൈദികൻ ഈ വയറിൽ തൊട്ട് പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞിൻ്റെ ഉദരത്തിൽ സ്പർശിച്ച് പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, അന്ന് വൈകുന്നേരം വലിയ സന്തോഷത്തോടെ സ്റ്റാഫ് നേഴ്സ് കൂടിയായ ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, കുഞ്ഞിൽ പരിശുദ്ധാത്മാവ് വീണ്ടും വന്ന് ആവസിച്ചതുപോലെ കുഞ്ഞിൻ്റെ വയറുവേദന സമ്പൂർണ്ണമായി മാറിയെന്ന് പറഞ്ഞു. ഈ ദൈവശാസ്ത്രജ്ഞനായ വൈദികൻ എന്നോട് അന്ന് പങ്കുവെച്ചത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഒരുപാട് ടീച്ചിങ്ങുകൾ ഞാൻ വിദ്യാക്ഷേത്രങ്ങളിൽ പഠനഗ്രന്ഥത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ വളരെ ചെറിയൊരു കാര്യത്തിൽ പോലും പരിശുദ്ധാത്മാവ് ഇടപെടുമെന്നും അതും എൻ്റെ കൈവെപ്പിലൂടെ അത് സാധ്യമാകുമെന്നും ഒരു രോഗത്തിനൊക്കെ സൗഖ്യം കൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം സഹോദരങ്ങളെ എനിക്കുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. സഹോദരങ്ങൾ, നമ്മൾ ഓർക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ ടെംപ്റ്റേഷൻ എല്ലാ കാലത്തും സഭയുടെ മുകളിലും സഭാഗാത്രത്തിൻ്റെ അകത്തും അതിൻ്റെ ചുറ്റുപരിസരങ്ങളിലും എല്ലാ ഉയർന്ന വ്യക്തികളിലും വൈദികരിലും സെമിനാരിയൻസിലും സാധാരണക്കാരായ വിശ്വാസികളിലും കുടുംബിനികളിലും ഇതാ ഇത്തരമൊരു ടെംപ്റ്റേഷനുണ്ട്. എന്താണത്? വിശ്വാസത്തെ ബലി കഴിച്ചുകൊണ്ട് യുക്തിയെ സ്വീകരിക്കാനുള്ള ഒരു തരം മനസ്സ്. അങ്ങനെ പറയുന്നവരാണ് കൂടുതൽ സ്വീകാര്യരെന്നുള്ളത്. സഹോദരങ്ങളെ ഓർക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ചെയ്തിയെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ രൂപപ്പെടുത്തുക. വർഷങ്ങൾക്ക് മുമ്പ് 1968 അന്ത്യോക്യായിലെ പാത്രിയാർക്കീസായിരുന്ന ഇഗ്നാത്തിയോസ് ഹാസിം എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ പിതാവ് ഇങ്ങനെയാണ് തൻ്റെ സഭാവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഇതാ, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ദൈവം ഏറെ വിദൂരത്തുള്ള ഒരവസ്ഥയാണ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ക്രിസ്തു
പഴയ കാലത്ത് ഗതകാലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ സുവിശേഷം മൃതമായ അക്ഷരമാണ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ പ്രഘോഷണം വെറും പ്രചാരമാണ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ആരാധന വെറും അനുഷ്ഠാനമാണ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ സഭ വെറും സംഘടനയാണ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ അധികാരം വെറും മേൽക്കോയ്മയാണ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ സഭാ ജീവിതം, വിശ്വാസ ജീവിതം എന്നുള്ളത് അടിമകളുടെ ഒരു സദാചാരമാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലോ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവായി സജീവ ദൈവമായി നമ്മളിൽ ജീവിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സുവിശേഷ പ്രഘോഷണം നിരന്തരമായ പന്തക്കുസ്തയായി രൂപാന്തരപ്പെടുന്നു. സഭാജീവിതമോ ത്രിയേക ദൈവത്തിൻ്റെ ജീവിതം പോലുള്ള കൂട്ടായ്മയായി മാറുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതാ സുവിശേഷം നിരന്തരം നമ്മളെ പുതുക്കി പണിയുകയും നിരന്തരം നമുക്ക് ഉത്സാഹം തരികയും ചെയ്യുന്ന അക്ഷരങ്ങളാം ആത്മാവുമായി മാറുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ ഇതാ അധികാരമെന്ന് പറയുന്നത് വിമോചിപ്പിക്കുന്ന ഒന്നായി മാറുന്നു. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് സമ്പൂർണമായ സ്വാതന്ത്ര്യവും സമ്പൂർണമായ ആശ്വാസവും തരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കാൻ ഇന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കണം. നിങ്ങൾ ഏത് ജീവിതത്തിൻ്റെ കോണുകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരോ ജീവിക്കുന്നവരോ ആയിക്കൊള്ളട്ടെ, ഒരു പക്ഷേ നമ്മൾ ഒരുപാട് കരയുകയും വിലപിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഒരുപാട് രോഗാതുരമായ അവസ്ഥയിൽ കഴിയുന്നവരായിരിക്കാം. ഒരുപാട് സാഹിത്യ ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട് അത് പഠന വിഷയമാക്കി മാറ്റുന്ന വ്യക്തികളായിരിക്കാം. ഒരുപക്ഷെ ഇത്തരം പ്രഘോഷണങ്ങൾ വെറുതെ ഒബ്സർവ് മാത്രം ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഇതെങ്ങനെയാണ് പോകുന്നത് എന്ന് ഒന്ന് നോക്കിക്കളയാം എന്ന് നോക്കിക്കാണുന്ന വ്യക്തിയായിരിക്കാം. സഹോദര സഹോദരി, ഒരു കാര്യം ഓർക്കുക, ഈ ദിവസം പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ചെയ്തികളെ അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ, എല്ലാ ദാനങ്ങളുടെയും ദാതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയുമെങ്കിൽ, ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയ സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയും. ഇന്നേ വരെ നമ്മൾ സ്വീകരിച്ചിട്ടില്ലാത്ത നൂതനമായ ശക്തി കൊണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും നമ്മുടെ കുടുംബവും നിറയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉപാസന ഉപാസന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. സ്വർഗത്തിൻ്റെ അഗ്നിയായ, സ്വർഗത്തിൻ്റെ തീക്കട്ടയായ ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിലാണ് നാം എല്ലാവരും ഇപ്പോൾ അണഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൻ്റെ അഗ്നിയായി തീക്കട്ട ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങുകയും അധരങ്ങളിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളെ സ്വർഗത്തിലെ പിതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്നു. ദിവ്യകാരുണ്യ യേശുവേ, അവിടുന്ന് കടന്നു പോയപ്പോൾ ശിഷ്യഗണത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കാനും ഞാൻ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാനും സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഈ സഹായകൻ വലിയ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കും. നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ
കഴിവുള്ളതാണ് ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്. ദിവ്യകാരുണ്യ യേശുവേ, അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ ശക്തി ആദിമ കാലങ്ങളിൽ എന്നതുപോലെ തന്നെ ശിഷ്യഗണത്തിലും സഭാഗാത്രത്തിലും അയച്ചത് എന്നതുപോലെ തന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് അയക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വച്ചു: നിങ്ങൾ വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ പിതാവിലേക്ക് കണ്ണുകൾ തുറപ്പിച്ചു വെക്കുവിൻ, കണ്ണുകൾ വെച്ച് നോക്കുവിൻ. നിങ്ങളുടെ മുഖം മുഴുവൻ സ്വർഗത്തിലേക്ക് തിരിഞ്ഞിരിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം ജനതകളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ദിവ്യകാരുണ്യ കർത്താവേ, അങ്ങയുടെ മഹത്വം വീണ്ടും ഈ പ്രപഞ്ചം മുഴുവൻ കാണുന്നതിനായി, ജനകോടികൾ മുഴുവൻ അങ്ങയുടെ മഹത്വം ഒരിക്കൽ കൂടി കാണുന്നതിനായി ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നു. ഞങ്ങളുടെ ഇടയിലേക്ക് കർത്താവിൻ്റെ മഹത്വമേ, നീ എഴുന്നള്ളി വരണമേ. കർത്താവിൻ മഹത്വം വീണ്ടും ഈ ഭൂവിൽ ഉദയം ചെയ്തിടട്ടെ. കർത്താവിൻ നാമം സകല ജനവും ഏറ്റുപാടിടട്ടെ. അതേ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മഹത്വം വീണ്ടും ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ. അതുകൊണ്ടല്ലേ അനുഗ്രഹീതനും വിശുദ്ധനുമായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്: രണ്ടാമതൊരു പന്തക്കുസ്ത കൊണ്ടല്ലാതെ സഭാഗാത്രത്തെ വീണ്ടും പുതുക്കി പണിയുവാനോ ഒരു പുതിയ ശക്തിയിലേക്ക് വളർന്നു പന്തലിക്കുവാനോ കഴിയുകയില്ല എന്ന്. ഓ ദിവ്യകാരുണ്യ കർത്താവേ, സഭയ്ക്ക് അനുഗ്രഹമാകുവാൻ, കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ അങ്ങയുടെ മഹത്വം ഒരിക്കൽ കൂടി വലിയ ശക്തിയായി ജനകോടികളുടെ മേൽ അയക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ മഹത്വം വീണ്ടും ഈ ഭൂവിൽ ഉദയം ചെയ്തിടട്ടെ. കർത്താവിൻ നാമം സകല ജനവും ഏറ്റുപാടിടട്ടെ. യുവതിവാക്കളുടെ മേൽ കർത്താവിൻ്റെ മഹത്വം ഈ കാലയളവിൽ കടന്നു വരേണ്ടതായിട്ടുണ്ട്. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളുടെ മേൽ കർത്താവിൻ്റെ മഹത്വം പ്രകടമാകേണ്ടതായിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുന്ന ഭരണകൂടങ്ങൾക്കും നയതന്ത്രങ്ങൾക്കുമെതിരായി കർത്താവിൻ്റെ മഹത്വം വീണ്ടും പ്രകടമാകേണ്ടതായിട്ടുണ്ട്. വിശുദ്ധിയെ സമ്പൂർണമായി തുടച്ചു മാറ്റുന്ന അശുദ്ധമായ സാഹചര്യങ്ങൾക്ക് നേരെ കർത്താവിൻ്റെ മഹത്വം വീണ്ടും പ്രകടമാകേണ്ടതായിട്ടുണ്ട്. ഓ ദിവ്യകാരുണ്യ യേശുവേ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്താവായ അങ്ങേക്ക് ചെയ്യാൻ കഴിയാത്തതായി യാതൊന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഒരിക്കൽ കൂടി നിന്റെ മഹത്വം സർവപ്രതാപത്തോടും കൂടി ഈ പ്രപഞ്ചത്തിൽ വ്യാപരിക്കേണ്ടതിനായി ഞങ്ങൾ നിന്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവിൻ്റെ മഹത്വമേ, വാനമേഘങ്ങളിൽ നീ വീണ്ടും പ്രത്യക്ഷനാകണമേ. കർത്താവിൻ മഹത്വം വീണ്ടും ഈ ഭൂവിൽ ഉദയം ചെയ്തിടട്ടെ. കർത്താവിൻ നാമം സകല ജനവും ഏറ്റുപാടിടട്ടെ. അപ്പസ്തോല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ശിഷ്യഗണം ഒന്നു ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, മറ്റുള്ളവരുടെ ഭീഷണിയെ നീ കാണണമേ.
അവിടുത്തെ പരിശുദ്ധദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും അടയാളങ്ങൾ കാണിച്ചും രോഗശാന്തി നൽകിയും അങ്ങയുടെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ. ഓ ദിവ്യകാരുണ്യ യേശുവേ, യുക്തി ഏറ്റവും അധികം പ്രകടമായി വിശ്വാസ ജീവിതങ്ങളെ കീഴടക്കുന്ന ഈ കാലയളവിൽ വിശ്വാസ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് ഒട്ടേറെ സ്ഥലങ്ങളിൽ വിളിച്ചു പറയുന്ന ഈ കാലയളവിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി രക്തം വിലയായി നൽകിയ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ അയച്ച് തന്ന ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ പിതാവേ, വീണ്ടും യേശുവിൻ്റെ ശക്തി, അഭിഷേക ശക്തി ജനതകളുടെ മേൽ അയക്കുന്നതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, അങ്ങയുടെ മഹത്വം അങ്ങയുടെ ജനം തിരിച്ചറിയുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ മഹത്വം വീണ്ടും ഈ ഭൂവിൽ ഉദയം ചെയ്തിടട്ടെ. കർത്താവിൻ നാമം സകല ജനവും ഏറ്റുപാടിടട്ടെ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിച്ച് അവൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാം. ദിവ്യകാരുണ്യ യേശുവിൻ്റെ മഹത്വം നമ്മുടെ ഇടനെഞ്ചിൽ നമുക്ക് ഏറ്റുവാങ്ങാം. കർത്താവെ, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ഇടവകയിലും ഞങ്ങളുടെ സഭാ സമൂഹങ്ങളിലും ലോകം മുഴുവനിലും വ്യാപൃതമാകുവാൻ അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെല്ലാവരെയും അലങ്കരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നും എന്നേരവും ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ആരാധന ആരാധന ഇന്നും എന്നേരവും ആരാധന.